ഇപ്പോൾ ഈ ശബരിമല യുവതീ പ്രവേശ വിവാദം അത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഹിന്ദുക്കൾക്ക് ഒരു റിയലൈസേഷൻ വന്നു അല്ലേ, ഞങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും, ഞങ്ങൾ ഇനിയും ഒന്നിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തും എന്നൊക്കെയുള്ളൊരു ബോധവും ബോധ്യമൊക്കെ വന്നു. പക്ഷേ അത് കുറച്ച് കാലം മാത്രമേ നിന്നുള്ളൂ, പിന്നെ അത് അങ്ങോട്ട് വീണ്ടും പോയി. ഇപ്പം നോക്കൂ, സനാതന ധർമ്മത്തെ കടന്നാക്രമിക്കുകയാണ് എല്ലാ കോണുകളിൽ നിന്നും. എവ്രി ഡേ എന്തെങ്കിലും ഒരു ആൻറ്റി സനാതന സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ജോൺ ബ്രിട്ടാസിൻ്റെ, ഒരുപക്ഷെ മാഡം ശ്രദ്ധിച്ച് കാണും, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു, കുംഭമേളയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷെ മറ്റ് റിലീജിയൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചൊന്നും ഇവർക്ക് ഒരക്ഷരം പറയില്ല, മോശമായിട്ടൊന്നും പറയില്ല ഇവർ. അപ്പോൾ ഇങ്ങനെ ആൻറ്റി സനാതന സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടും ഇപ്പോഴും അതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ ഹിന്ദു ഇറങ്ങിത്തിരിക്കുന്നില്ല എന്നുള്ളതാണ്. അഥവാ നമ്മളെപ്പോലുള്ളവർ അതിനെ പ്രതിരോധിച്ചാൽ വർഗീയവാദികളാക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഇപ്പം എന്നോടൊക്കെ പോലും പലരും, ഇപ്പോൾ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡൻസി എടുത്ത സമയത്ത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഒരു ഡോക്ടറാണ്, ഒരു കാർഡിയോളജിസ്റ്റാണ്, വൈ ഡു യു വോണ്ട് ടു ഡിഫൈൻ യുവർ സെൽഫ് ദിസ് വേ? അപ്പം പ്രൊഫഷൻ എൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ഒരു ഭാഗമാണ്, എനിക്ക് വേറൊരു ഭാഗമില്ലേ. ഞാൻ ചിലപ്പം പാട്ടുകാരിയായിരിക്കാം, എഴുത്തുകാരിയായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അങ്ങനെ ഒരു പറയാനുള്ളൊരു ഗട്ട്സ് നമുക്ക് പലർക്കും പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് നമ്മുടെ ചുറ്റുമുള്ളവരെ ഭയന്നിട്ടോ ഒക്കെ ആയിരിക്കാം മേ ബി. പിന്നെ ശബരിമല ഇഷ്യൂവിൽ ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ശബരിമല ഇഷ്യൂ ഹിന്ദുവിൻ്റേതാക്കി മാറ്റിയ സത്യത്തിൽ നമ്മുടെ അമ്മമാരാണ്. തീർച്ചയായിട്ടും അത് സ്ത്രീകൾ എന്ന് റോഡിൽ ഇറങ്ങിയോ അന്നാണ് ശബരിമല ഇഷ്യൂ ജയിച്ചത്. അപ്പോൾ അവിടെ ഞാൻ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സ്വാമി അയ്യപ്പൻ നമ്മുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ് മലയാളിയുടെ. ചെറിയ പ്രായത്തിൽ മുതൽ നമ്മുടെ വീട്ടിൽ ഒരാൾ മലയ്ക്ക് പോകാൻ മാലയിട്ടാൽ ആ വീട്ടിലെ ഓരോ സ്ത്രീയും വ്രതം എടുക്കുന്നത് മാതിരിയാണ്. അങ്ങനെ കേട്ട് വളർന്നതായതുകൊണ്ട് അയ്യപ്പനെ തൊട്ടപ്പം നമുക്ക് നൊന്തു. പക്ഷെ എന്ന് പറഞ്ഞ പോലെ കുംഭമേളയെ തൊട്ടാൽ നമുക്ക് നോവണം, നമുക്ക് നോവുന്നില്ല എന്നുള്ളിടത്താണ് പലപ്പോഴും പ്രശ്നം. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് ആ വിഷയത്തോടൊരു സ്നേഹം വരണമെങ്കിൽ അത് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. ആൻഡ് ആ ഐഡൻറ്റിറ്റി ഹാസ് ടു ബി ഗിവൺ അറ്റ് എ വെരി യങ് ഏജ്.